എന്നും കരുതാം. നമ്മളിനി നേരെ പോകുന്നത് ഈ ദിവസത്തെ വലിയ വാർത്തയിലേക്ക്. ദ ബിഗസ്റ്റ്. രണ്ടാം മന്ത്രിസ്ഥാനത്തിൽ നിലപാട് ഘടിപ്പിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. രണ്ടാം മന്ത്രിസ്ഥാനം ഇല്ലെങ്കിൽ സുപ്രധാന വകുപ്പ് നൽകണമെന്നാണ് ആവശ്യം. പൊതുമരാമത്ത് ഇല്ലെങ്കിൽ ജലവിഭവ വകുപ്പെങ്കിലും വേണമെന്നാണ് ആവശ്യം. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബിനിൽ, ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ മെരുക്കാൻ കഴിയുമോ കോൺഗ്രസ് നേതൃത്വത്തിന്? 8 സീറ്റിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. അതിൽ 7 സീറ്റുകളിലും ജയിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് അവർ തുടക്കം മുതലേ വാദിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിന് വഴങ്ങിയിട്ടില്ല. ഒരു മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് സ്ഥാനവും നൽകാം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ് വഴങ്ങിയിരുന്നില്ല. ഇപ്പോൾ 2 മന്ത്രിസ്ഥാനം ഇല്ലെങ്കിൽ അത് അവർ അംഗീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് സുപ്രധാന വകുപ്പ് വേണം എന്നാണ് ആവശ്യം. തുടക്കത്തിൽ റവന്യൂ വകുപ്പ് ആലോചിച്ചതാണ്. അത് ചോദിച്ചപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ജലവിഭവമെങ്കിലും വേണം എന്നാണ് അവരുടെ ആവശ്യം. തുടക്കത്തിൽ ഇന്നലെയൊക്കെ ആവശ്യപ്പെട്ടത് ആദ്യം പൊതുമരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരുപക്ഷെ അത് നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതുമാണ്. അതിന്റെ കാരണം ഇപ്പോൾ ലീഗാണ് അത് കൈവശം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ ലീഗാണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതുമാണ്. പിന്നീട് ഇപ്പോൾ അവർ പറയുന്നത് ജലവിഭവമെങ്കിലും വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇന്നലെ പി ജെ ജോസഫ് രാത്രി മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, ഇനിയും തുടരുമെന്നാണ് അവർ പറയുന്നത്. ലീഗിന് 5ാം മന്ത്രിസ്ഥാനം നൽകിയിട്ടുണ്ട്, അതൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഒരു ആൾ ജയിച്ച ഘടകകക്ഷികൾക്ക് പോലും മന്ത്രിസ്ഥാനം നൽകുന്നു. അപ്പോൾ 7 സ്ഥാനത്തേക്ക് ജയിച്ച ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നാണ് തുടക്കം മുതൽ അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുന്നത് സുപ്രധാന വകുപ്പ് തന്നെ വേണം എന്ന നിലപാടിലാണ്. അവർ ചില ചരിത്രം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൽ 9 MLA-മാരുണ്ടായിരുന്നു. ആ സമയത്ത് 2 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അന്ന് കെ എം മാണിയും പി ജെ ജോസഫും മന്ത്രിയായി. കെ എം മാണിയുടെ വകുപ്പുകൾ സുപ്രധാന വകുപ്പുകളാണ്. ധനവകുപ്പും നിയമമടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ജലവിഭവം കൈകാര്യം ചെയ്തത് അന്ന് പി ജെ ജോസഫാണ്. അതുകൊണ്ട് ആ വകുപ്പുകൾ, അത്തരത്തിൽ സുപ്രധാനമായ വകുപ്പുകൾ ഞങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ കടുപ്പിച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. ഇന്ന് എന്തായാലും ചർച്ചകൾ തുടരും. ഒരുപക്ഷെ ഇത്തരത്തിൽ കേരള കോൺഗ്രസിന് വഴങ്ങിയാലും അത് കുറ്റം പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ആ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അവരിപ്പോൾ പ്രത്യേകിച്ച് വി ഡി സതീശന്റെ നിലപാട് ഘടകകക്ഷികളെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ചെറിയ തർക്കം മുറുകിയാൽ അത് 102 സീറ്റ് ജയിച്ചു വന്ന് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അത് വലിയ, അല്ലെങ്കിൽ ഒരു കോലാഹലം ഉണ്ടായാൽ ഒരു നെഗറ്റീവായി ബാധിക്കും. അത് ഈ മന്ത്രിസഭയെ ബാധിക്കുമെന്നാണ് കണക്ക് കൂടുന്നത്. അതുകൊണ്ട് ഈ ചർച്ചകളൊക്കെ ഈ വേഗം തന്നെ അതെല്ലാം അവസാനിക്കും എന്ന് കരുതാം. പിന്നെ ജോസഫ് വിഭാഗത്തിന് ഇപ്പൊ പറഞ്ഞ പോലെ, ബിനൽ പറഞ്ഞ പോലെ, അവർ ചോദിക്കുന്നത് കൊടുത്താലും തെറ്റ് പറയാൻ കഴിയില്ല. കാരണം പി ജെ ആവർത്തിച്ച് പറഞ്ഞത് കോൺഗ്രസിന് വേണ്ടി 2 സീറ്റ് കൊടുത്തവരാണ് ഞങ്ങൾ, എന്നിട്ടാണ് ഞങ്ങൾ ഈ മിന്നും വിജയം സ്വന്തമാക്കിയത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം വേണമെന്നാണ്. അപ്പം നോക്കാം എങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന്. നമുക്കൊരു